أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الصلاة والسلام على رسوله الأمين وعلى آله وأصحابه أجمعين أما بعد رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷൻ എറണാകുളം ജില്ലാ സമ്മേളനത്തിൽ അധ്യക്ഷസ്ഥാനം അലങ്കരിക്കുന്ന KM ഷഫ്രീൻ സാഹിബ്, SIO കേരള സ്റ്റേറ്റ് പ്രസിഡന്റ് S ഇർഷാദ് സാഹിബ്, ജമാഅത്തെ ഇസ്ലാമി ജനറൽ സെക്രട്ടറി P മുജീബ് റഹ്മാൻ സാഹിബ്, SIOവിൻ്റെ അഖിലേന്ത്യാ സെക്രട്ടറി ഖലീൽ അഹമ്മദ് ഖാൻ സാഹിബ്, SIO കേരള ജനറൽ സെക്രട്ടറി സഫീർ ഷാ സാഹിബ്, സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സ്റ്റേറ്റ് പ്രസിഡന്റ് T മുഹമ്മദ് വേളം സാഹിബ്, SIO മുൻ സംസ്ഥാന പ്രസിഡന്റ് ഷിഹാബ് സാഹിബ്, വേദിയിലിരിക്കുന്ന ജമാഅത്തിൻ്റെയും SIO സോളിഡാരിറ്റി GIO വനിതാ വിഭാഗത്തിൻ്റെയും ജില്ലാ സാരഥികളെ, സദസ്സിലിരിക്കുന്ന എൻ്റെ പ്രിയം നിറഞ്ഞ സഹോദരിമാരെ, സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ, ഇതാണ് SIOവിൻ്റെ എറണാകുളം ജില്ലാ സമ്മേളനത്തിൻ്റെ മുദ്രാവാക്യം. ധാർമ്മികമായി SIOവിന് മാത്രം ഉയർത്തിപ്പിടിക്കാൻ അവകാശമുള്ള ഒരു മുദ്രാവാക്യം. നേരത്തെ അധ്യക്ഷ പ്രഭാഷണത്തിൽ അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ SIOവിൻ്റെ റാലി കഴിഞ്ഞു വന്ന ഫോൺ കോൾ എറണാകുളത്തിൻ്റെ ടൗൺ ഇത്രമാത്രം അച്ചടക്കമുള്ള വേറൊരു റാലിയും കണ്ടിട്ടില്ല എന്ന് പറഞ്ഞത് ഏറെ അൽഹംദുലില്ലാ അഭിമാനാർഹമാണ്. GIOവിൻ്റെ എല്ലാവിധ അഭിനന്ദനവും അഭിവാദ്യങ്ങളും അർപ്പിക്കുകയാണ്. SIO ജില്ലാ സമ്മേളനത്തിൻ്റെ തലക്കെട്ട് മുദ്രാവാക്യം ഇതായതുകൊണ്ടും ജമാഅത്തെ ഇസ്ലാമിയുടെ മുഴുവൻ പോഷക സംഘടനകളും ജമാഅത്തെ ഇസ്ലാമിയും സമൂഹത്തിലെ അനീതിക്ക് വേണ്ടി ശബ്ദിക്കുന്നവരായതുകൊണ്ടും അനീതിക്കെതിരെ ശബ്ദിക്കുന്നവരായതുകൊണ്ടും നീതിക്ക് വേണ്ടി ശബ്ദമുയർത്തുന്നവരായതുകൊണ്ടും സമകാലിക സമൂഹത്തിൽ മുസ്ലിം സ്ത്രീയുമായി ബന്ധപ്പെട്ട കുറച്ച് വിഷയങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഈ സമ്മേളനത്തിലെ ഒരു സ്ത്രീ ശബ്ദമാണ് ഇത്. സ്ത്രീ ശാക്തീകരണവും സ്ത്രീകളുടെ പദവിയെക്കുറിച്ചുള്ള ചർച്ചകളും സ്ത്രീ സ്വാതന്ത്ര്യവും സമത്വവുമൊക്കെ ഇന്ന് പ്രബുദ്ധമായ കേരളത്തിലെ സജീവ ചർച്ചാ വിഷയമാണ്. ഇതൊരു സ്ത്രീപക്ഷ സിനിമയാണെന്ന് പറയുന്ന ഒരു സംവിധായകന് ആ സിനിമയെക്കുറിച്ചുള്ള ചർച്ചകൾക്ക് ഏറെ അവസരമുണ്ട്. ഞങ്ങളൊരു സ്ത്രീപക്ഷ സംഘടനയാണെന്ന് പറയുന്നവർക്കും ചർച്ചകൾക്ക് ഏറെ അവസരമുണ്ട്. ഞങ്ങളെ സ്ത്രീകളെ പരിഗണിക്കുന്ന സംഘടനയാണെന്ന് പറയുന്നവർക്കും ഇന്ന് സമൂഹത്തിൽ കുറച്ചൊരു ഇടം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണല്ലോ സ്വപ്നത്തിൽ പോലും നാം പ്രതീക്ഷിക്കാത്ത 2 സംഘടനകൾ
കഴിഞ്ഞ ഒരാഴ്ചയ്ക്ക് മുമ്പ് തങ്ങളൊരു വനിതാവേദി ഒരുക്കുന്നതിനെക്കുറിച്ച് ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണെന്ന് പറഞ്ഞതിൻ്റെ പ്രസക്തിയും. ഇവിടെ കൂടിയിരിക്കുന്ന ഒരു വിഭാഗം ആളുകൾ സ്ത്രീകളായതുകൊണ്ട്, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികളും മുസ്ലിം സ്ത്രീകളുമായതുകൊണ്ട് അവരെക്കുറിച്ച് ഇന്ന് നടക്കുന്ന ചർച്ചകളും അതിലെങ്ങനെയാണ് നാം നീതി പുലർത്തിയത് എന്നും തീർച്ചയായും ഇവിടെ ചെറിയ രൂപത്തിലെങ്കിലും സൂചിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീതിക്ക് വേണ്ടി സംസാരിക്കുന്നവരാണല്ലോ നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് തന്നെയാണ് സോളിഡാരിറ്റി യൂത്ത് മൂവ്മെൻറ്റിൻ്റെ സകല പ്രവർത്തനങ്ങളും ഭരണാധികാരികൾ ഭരണീയർക്കുമേൽ അക്രമം പ്രവർത്തിക്കുമ്പോൾ അവർ അതിനെതിരെ ശബ്ദിക്കുന്നതും, സമ്പന്നർ ദരിദ്രർക്കുമേൽ അക്രമം പ്രവർത്തിക്കുമ്പോൾ അതിനെതിരെ ശബ്ദിക്കുന്നതും, കൂടംകുളവും എൻഡോസൾഫാനും കാതികൂടവും അവരുടെ ചർച്ചാ വിഷയമാകുന്നതും അതുകൊണ്ട് തന്നെയാണ്. നമുക്കറിയാം, സ്റ്റുഡൻസ് ഇസ്ലാമിക് ഓർഗനൈസേഷനും സംസാരിക്കുന്നത് നീതിക്ക് വേണ്ടി തന്നെയാണ്. വിദ്യാഭ്യാസപരമായി ഒരുപാട് അനീതികളും ഒരുപാട് അസമത്വങ്ങളുമുള്ള ഇന്നത്തെ വിദ്യാഭ്യാസ വ്യവസ്ഥിതിക്ക് നേരെ യുവത്വത്തിൻ്റെ തീക്ഷ്ണതയോടുകൂടി ഇടപെടുവാനും സംസാരിക്കുവാനും ഇന്ന് SIOവിന് തീർച്ചയായും സാധിക്കുന്നുണ്ട്. ഇവിടെ GIOവും മനുഷ്യവർഗത്തിൻ്റെ ഒരു വിഭാഗമായ സ്ത്രീജനങ്ങളുടെ മേൽ കാണിക്കുന്ന അനീതിക്ക് വേണ്ടി, അവരോട് മേൽ വെച്ചു പുലർത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ ശബ്ദിക്കുവാൻ തീർച്ചയായും ബാധ്യസ്ഥരാണ്. അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതും അതുതന്നെയാണ്. പക്ഷേ എത്രയൊക്കെ ആയാലും എവിടെയൊക്കെയോ കെട്ടുപിണഞ്ഞു കിടക്കുന്ന ചില അനീതി, നമുക്ക് പോലും വ്യക്തമാവാത്ത ചില അതിക്രമങ്ങൾ ഇന്നും മുസ്ലിം സ്ത്രീകൾക്കുമേൽ നടക്കുന്നുണ്ട് എന്നതാണ് വാസ്തവം. റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ എന്ന മുദ്രാവാക്യവുമായി ഇവിടെ കൂടിയിരിക്കുന്ന യുവതി യുവാക്കളോട് തന്നെ ആണ് അതിനെക്കുറിച്ച് പറയേണ്ടതും. നിങ്ങൾ തന്നെയാണ് തീർച്ചയായും അത് കേൾക്കേണ്ടതും. നിങ്ങൾ തന്നെയാണ് ആ നീതികേടിനെതിരെ ശബ്ദിക്കേണ്ടതും. ഒരു ഉദാഹരണം നമ്മൾ എടുക്കുകയാണെങ്കിൽ, ഇന്നും കെട്ടടങ്ങാത്ത ടെലിവിഷനുകളിലും മാധ്യമങ്ങളിലും ചർച്ചാ വിഷയമായിട്ടുള്ള, ഇപ്പോഴും ചൂട് വാർത്തയായി ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന മുസ്ലിം പെൺകുട്ടികളുടെ വിവാഹപ്രായം എന്നത് ഏറെക്കുറെ നമ്മൾ ചർച്ച ചെയ്യുകയും ചർച്ചയ്ക്ക് വിധേയമാക്കുകയും ചെയ്തതാണ്. നമുക്കറിയാം, അവിടെ മതേതരം സെക്യുലറിസ്റ്റ് പുരോഗമന ആശയക്കാർ എന്ന് വിളിക്കുന്നവർ മുസ്ലിം സ്ത്രീയെ ഏറെ സന്തോഷത്തോടു കൂടിയാണ് ഏറ്റെടുത്തത്. പക്ഷേ അവർ ഇന്നോളം അവർ പുരോഗതി കൈവച്ചിട്ടുള്ള വിദ്യാഭ്യാസ പുരോഗതിയെ കണ്ടില്ലെന്ന് നടിക്കുവാനും, അവരുടെ സർഗാത്മക കഴിവുകളെ കണ്ടില്ലെന്ന് നടിക്കുവാനും, അവരുടെ ആവിഷ്കാരങ്ങളെ കണ്ടില്ലെന്ന് നടിക്കുവാനുമാണ് തീർച്ചയായും അവർ ശ്രമിക്കുന്നത് എന്ന് നമുക്ക് വ്യക്തമായി കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് നടന്ന ചർച്ചകളിൽ കോഴിക്കോട്, ഞാനിപ്പോൾ താമസിക്കുന്ന ജില്ലയിലേക്ക് വലിയ ഫ്ലെക്സ് ബോർഡുകളായിരുന്നു. അതിൽ കരഞ്ഞ് കണ്ണീരൊഴുക്കുന്ന മുസ്ലിം പെൺകുട്ടിയുടെ ദീനമായ ചിത്രവും. അതിലൂടെ അവർ പറഞ്ഞുകൊണ്ടിരുന്നു, ഇതാ എപ്പോഴാണോ നിങ്ങൾ ഈ മക്കന അഴിച്ച്, എപ്പോഴാണോ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ നിന്നും നിങ്ങൾ പുറത്തു വരുന്നത്, അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം ലഭിക്കുകയുള്ളൂ എന്ന് അവർ അതിലൂടെ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു.
പ്രമുഖനായ ഒരു സംവിധായകൻ പ്രമുഖമായ ഒരു വാരികയിൽ മുസ്ലിം പെൺകുട്ടിയുടെ പ്രായത്തെക്കുറിച്ച് എഴുതിയപ്പോഴും അതിലും കൊടുത്ത ചിത്രം ചുവന്ന കണ്ണുനീർ ഒഴുക്കുന്ന തട്ടമിട്ട മുഖമക്കനയണഞ്ഞ ഒരു മുസ്ലിം പെൺകുട്ടിയുടെ ചിത്രമായിരുന്നു. അഥവാ പെണ്ണെ, മുസ്ലിം പെണ്ണെ, നീ ഇരയാണ്. നീ സമുദായ നേതാക്കളുടെ ഇസ്ലാമിൻ്റെ ആദർശത്തിൽ കുടുങ്ങി മതപുരോഹിതന്മാരുടെ കൈകൾക്കിടയിൽ കുടുങ്ങി നീ എരിഞ്ഞ് അടങ്ങുകയാണ് എന്നതാണ് അവർ നമ്മളോട് പറഞ്ഞുകൊണ്ടേയിരുന്നത്. ഇവിടെ കൂടിയിട്ടുള്ള യുവത്വത്തിൻ്റെ തുടുപ്പുകളോട് എനിക്ക് പറയുവാനുള്ളത്, തീർച്ചയായും ഇതിലുള്ള കപടമുഖം നാം തിരിച്ചറിയേണ്ടതുണ്ട്. നേരത്തെ ഇർഷാദ് സാഹിബ് സൂചിപ്പിച്ചതുപോലെ GIO മഫ്ത വിഷയവുമായി ബന്ധപ്പെട്ട ഡോക്യുമെൻ്ററി നിർമ്മിക്കുന്ന ഈ അവസരത്തിൽ ഇതുമായി ബന്ധപ്പെട്ട് ചില സ്കൂളുകളിൽ ചെന്നപ്പോൾ അവിടെയുള്ള ചില പെൺകുട്ടികൾ പറഞ്ഞത്, ഞങ്ങൾ എത്രമാത്രം ഇതിൽ പ്രയാസം അനുഭവിച്ചു എന്നത് നിങ്ങളോട് വിവരിക്കാൻ ഞങ്ങൾക്ക് ആവുന്നില്ല. കാരണം മതേതരത്വം എന്ന് പറയുന്ന, നാനാത്വത്തിൽ ഏകത്വം എന്ന് പറയുന്ന, വിവിധ പൂക്കളുള്ള ഒരു ജനാധിപത്യ വ്യവസ്ഥയാണ്. വ്യത്യസ്ത വർണ്ണങ്ങളുള്ള, വ്യത്യസ്ത മണമുള്ള ഒരു പൂന്തോട്ടത്തിലാണ് ഇന്ത്യയിലെ ഓരോ പൗരനും ജീവിക്കുന്നതെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന കേരളത്തിലെ വിദ്യാഭ്യാസ സ്ഥാപനത്തിലെ മഫ്തയിട്ട പെൺകുട്ടികൾക്ക് പക്ഷെ പറയുവാനുള്ളത് ചില ദുരവസ്ഥകളുടെ കഥകളാണ്. എൻ്റെ സ്ഥാപനത്തിൽ എൻ്റെ അസ്തിത്വമായ, ഞാൻ അംഗീകരിക്കുകയും ഞാൻ അഭിമാനിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിൻ്റെ ഇസ്സത്തിൻ്റെ വേഷമണിഞ്ഞുകൊണ്ട് ഞാൻ ഒരു സ്ഥാപനത്തിലേക്ക് പ്രവേശിക്കാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ അവിടെ എനിക്ക് ചില നിബന്ധനകളും നിർദ്ദേശങ്ങളുമുണ്ട്. ഒന്നുകിൽ ഞാൻ പോകുന്ന സ്കൂൾ ബസ്സിൽ വെച്ച് തന്നെ ഞാൻ ഈ മഫ്ത അഴിച്ച് എൻ്റെ ബാഗിലിടണം. അതുമല്ല എങ്കിൽ നിനക്കുള്ള പ്രവേശനം സ്കൂളിൻ്റെ കവാടത്തിൽ, സ്കൂൾ ഗേറ്റ് വരെ ആവാം. അവിടെ വെച്ചെങ്കിലും നീ നിൻ്റെ മഫ്ത ഊരി നിൻ്റെ ബാഗിൽ ഇടൽ നിർബന്ധമാണ്. ഇതാണ് നമ്മുടെ മതേതരത്വം. മുസ്ലിം പെൺകുട്ടികളെ നിങ്ങളെ ഞങ്ങൾ ഏറ്റെടുത്തു കൊള്ളാം എന്ന് ആവേശത്തോടു കൂടി പറയുന്ന കേരളത്തിൻ്റെ സെക്യുലറിസ്റ്റുകളായ ആളുകൾ നമ്മളോട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവിടെയാണ് തീർച്ചയായും നമ്മൾ കാര്യങ്ങൾ വ്യക്തമാക്കി മനസ്സിലാക്കേണ്ടത്. ആ പെൺകുട്ടികൾ പിന്നെയും നമ്മളോട് പറയുന്നു, ക്യാമ്പസിനുള്ളിലെ, കലാലയത്തിനുള്ളിലെ അസംബ്ലിയിൽ ഞാൻ യൂണിഫോം ധരിച്ച പെൺകുട്ടിയാണെങ്കിൽ കൂടി ഞാൻ അസംബ്ലിയിൽ നിൽക്കണമെങ്കിൽ എനിക്ക് പെർമിഷനില്ല. കാരണം നീ പൊതുവല്ല. നീ മുഖ്യധാരയെന്ന് എണ്ണിയ, പൊതുധാരയെന്ന് മറ്റുള്ളവർ വിശേഷിപ്പിച്ച, യൂണിഫോമിറ്റി എന്ന് മറ്റുള്ളവർ പറയുന്ന ഒരു പൊതു തത്വത്തിനുള്ളിൽ നീ ഉൾപ്പെടുന്നില്ല. അതുകൊണ്ട് സ്കൂളിലെ അസംബ്ലിയിൽ നിന്നും നീ വിട്ടു നിൽക്കണം. ആരുടെ കൂടെ? യൂണിഫോം ഇടാത്ത, പലവിധത്തിലും സ്ഥാപനത്തിൻ്റെ പല നിയമങ്ങളോടും എതിര് നിൽക്കുന്ന കുട്ടികളുടെ കൂടെ നീ കലാലയ ജീവിതത്തിൻ്റെ അവസാനം വരെ നിൽക്കണമെന്ന് പറയുന്നതിലെ ഒരു ഇറിറ്റേഷൻ, ഒരു വിമ്മിഷ്ടം, ഒരു അസ്വസ്ഥത തീർച്ചയായും നമ്മൾ കാണാതിരുന്നുകൂടാ. ഇവിടെയാണ് എന്തിനു വേണ്ടിയാണ് മുസ്ലിം പെൺകുട്ടികളെ മതേതരവാദികൾ ഏറ്റെടുക്കുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമുക്കറിയാം, ഈ വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെ പല ചാനലുകളും പല ആളുകളും ചർച്ചയ്ക്ക് വിളിച്ച കുറച്ചു മുസ്ലിം സ്ത്രീ നാമധാരികളെ നമുക്കറിയാവുന്നതാണ്. അവരെ മറ്റെല്ലാവരും അംഗീകരിക്കും. കാരണം എന്താണെന്ന് ചോദിച്ചാൽ അവർ സമുദായത്തെ തള്ളിപ്പറഞ്ഞവരാണ്. ഇസ്ലാമിക വസ്ത്രധാരണത്തിനേക്കാൾ അപ്പുറമുള്ള സ്വാതന്ത്ര്യത്തെ പാടി പുകഴ്ത്തുന്നവരാണ് അവർ എന്നതുകൊണ്ട് അവർ പൊതുധാരയിലെ, മുഖ്യധാരയിലെ മുസ്ലിം സ്ത്രീ പ്രതിനിധാനമാണ്. തീർച്ചയായും നമ്മൾ മനസ്സിലാക്കുന്നു, നമ്മൾ മുസ്ലിം പെൺകുട്ടികൾ മനസ്സിലാക്കുന്നു, ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ മനസ്സിലാക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്നു, ഇതല്ല യഥാർത്ഥത്തിൽ ഇസ്ലാം എന്നത്. സൂറത്ത് യൂനുസിൽ
മൂസാ നബി അലൈഹിസ്സലാമയിൽ വിശ്വസിച്ച ആളുകളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ആയത്തിൽ പറയുന്നുണ്ട്. ഫമാ ആമന ലി മൂസ ഇല്ലാ ദുർരിയ്യത്തിൻ മിൻ ഖൗമിഹി. മൂസാ നബി അലൈഹിസ്സലാമയുടെ സന്ദേശം പോയ ആ സമൂഹത്തിൽ മൂസാ നബി അലൈഹിസ്സലാമയുടെ സന്ദേശത്തെ ഉൾക്കൊള്ളാൻ തയ്യാറായത് അവിടെയുള്ള ദുർരിയത്താണ്, ന്യൂ ജനറേഷനാണ്, അവിടെയുള്ള യുവാക്കൾ മാത്രമായിരുന്നു. എന്നിട്ട് അതിന് ശേഷം പറയുകയാണ്, മറ്റുള്ളവർ പക്ഷേ ഭയന്നത് ഫിർഔനിനെയും വമലഇഹിം, അവിടെയുള്ള പൗര മതയാഥാസ്ഥിക പ്രമാണിമാരെയുമാണ് മറ്റുള്ളവർ ഭയന്നത്. ഇവരുടെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ എങ്ങനെയാണ് ഞങ്ങൾക്ക് അടിപതറാതെ നിൽക്കാൻ സാധിക്കുക? ഇവരുടെ പരീക്ഷണങ്ങൾ, ഇവരുടെ പരിഹാസങ്ങൾ, ഇവരുടെ അക്രമങ്ങൾ, ഇവരുടെ പ്രതിരോധങ്ങൾ, ഇവരുടെ എതിർപ്പുകൾ വളരെ വലുതായിരിക്കുമല്ലോ. ഇതിനെ എങ്ങനെയാണ് ഞാൻ പ്രതിരോധിക്കുക എന്ന ഭയം മൂലമായിരുന്നു മറ്റുള്ളവർ ഇസ്ലാമിനെ പുൽകാതിരുന്നത്, പ്രവാചകൻ മൂസാ നബി അലൈഹിസ്സലാമയുടെ ഉത്ബോധനത്തെ സ്വീകരിക്കാതിരുന്നത്. ഇവിടെ കൃത്യമായി ഖുർആൻ പറയുന്ന ദുർരിയ്യത്തിൻ മിൻ ഖൗമിഹി, അവിടെയുള്ള യുവാക്കളാണ് ആ ആദർശത്തെ നെഞ്ചേറ്റിയതെന്ന്. തീർച്ചയായും ഇവിടെ തടിച്ചുകൂടിയിട്ടുള്ള യുവതി യുവാക്കൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. സത്യത്തിനു വേണ്ടി നിലകൊള്ളുന്നവർ എന്ന നിലയിൽ, ധർമ്മത്തിനും നീതിക്ക് വേണ്ടിയും നിലകൊള്ളുന്നവർ എന്ന നിലയിൽ നമ്മൾ കുറച്ചുകൂടി വിശാലമായ രീതിയിൽ സ്ത്രീ സ്വാതന്ത്ര്യത്തെയും സ്ത്രീകൾക്ക് മേലെ നടക്കുന്ന അനീതിയെക്കുറിച്ചും കുറച്ചുകൂടി വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കേണ്ടതുണ്ട്. അതിന് യുവാക്കളും യുവതികളും തീർച്ചയായും യുവസമൂഹം തയ്യാറാവേണ്ടതുണ്ട്. ഞാനിത് പറയാൻ കാരണം 1-2 കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾക്ക് മുമ്പിൽ ഇട്ട് തരണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കറിയാം, ഖുർആനിലെ ചില ഭരണീയരുടെയും ഭരണകർത്താക്കളുടെയും ചില അനീതിയെക്കുറിച്ച് ഖുർആൻ വിശേഷിപ്പിക്കുമ്പോൾ ചില തട്ടുകളായി അള്ളാഹു അതിനെ വേർതിരിക്കാറുണ്ട്. ഒന്നെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സമ്പന്നരായ ഒരു വർഗം ദരിദ്രരുടെ മേൽ വെച്ചു നീട്ടുന്ന അതിക്രമം, അതുമല്ലെങ്കിൽ ഭരണകർത്താക്കൾ ഭരണീയരുടെ മേൽ വെച്ചുകെട്ടുന്ന അതിക്രമവും അനീതിയും. ഇതുപോലെ തന്നെ ഞാൻ വ്യാഖ്യാനിക്കാൻ ആഗ്രഹിക്കുകയാണ്, മുസ്ലിം സ്ത്രീയുടെ മേൽ ഇന്നും നിലവിലുള്ള ചില അനീതികളെ എന്തുകൊണ്ടോ നമുക്കങ്ങോട്ട് വേർതിരിച്ച് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല എന്നത്. വിവാഹപ്രായവുമായി ബന്ധപ്പെട്ട് തന്നെ മുസ്ലിം മത ഭൂരിപക്ഷത്തിൻ്റെ ഒരു സാമുദായിക നേതാവ്, ബഹുമാന്യനായ ഏവരും ആദരിക്കുന്ന ഒരു മുസ്ലിം നേതാവ് ഒരു പ്രമുഖമായ ഒരു വാരികയിൽ കൊടുത്ത ഒരു അഭിമുഖത്തിൽ അദ്ദേഹം സൂചിപ്പിച്ച ചില കാര്യങ്ങൾ ഒരു മുസ്ലിം പെൺകുട്ടി എന്ന നിലയിൽ എനിക്ക് പറയാതിരിക്കാൻ സാധിക്കില്ല. അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 16 വയസ്സിലാണ് 17 വയസ്സിലാണ് വിവാഹപ്രായം വേണ്ടതെന്ന് എന്തിനാണ് താങ്കൾ പറയുന്നത്? ഉത്തരം, ഇന്ന് കൗമാരക്കാരികളായ പെൺകുട്ടികൾ പ്രേമാഭ്യർത്ഥനകളിൽ ഏറെ കുടുങ്ങിക്കൊണ്ടിരിക്കുന്നു. അവർ മറ്റു വിവാഹത്തിന് സമ്മതിക്കുന്നുമില്ല. അപ്പോൾ 18 വയസ്സായില്ല എന്ന് വെച്ച് ആ വിവാഹത്തിന് നാം സമ്മതിക്കാതിരുന്നാൽ മറ്റു ചില വ്യഭിചാരം പോലെയുള്ള അശ്ലീലതയിലേക്ക് അവർ പോകുമോ എന്ന് ഞങ്ങൾ ഭയപ്പെടുന്നു. ഇതാണ് മുസ്ലിം പെൺകുട്ടിയെക്കുറിച്ച് ഒരു മതപണ്ഡിതൻ വിലയിരുത്തിയ അഭിപ്രായം. ശരി എങ്കിൽ ഒന്ന് ചോദിക്കുവാൻ, GIOവിൻ്റെ അധ്യക്ഷ എന്ന നിലയിൽ ഒന്ന് ചോദിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. മുസ്ലിം പെൺകുട്ടികളൊക്കെയും 21 വയസ്സായ ചെക്കനെ മാത്രമേ പ്രേമിക്കുന്നുള്ളൂ എന്ന് നിങ്ങളൊക്കെയും ഉറപ്പിച്ച് ധരിപ്പിച്ച് വെച്ചിരിക്കുകയാണല്ലോ. കാരണം 21 വയസ്സ് പുരുഷന്റെ വിവാഹപ്രായം 21 വയസ്സ് എന്നതിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവും നമുക്കില്ലല്ലോ. കാരണം എൻ്റെ ക്ലാസ്മേറ്റായ
എൻ്റെ ക്യാമ്പസിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ, ഡിഗ്രി തലം വരെയുള്ള ഒരു കുട്ടിയെയും ഒരു മുസ്ലിം പെൺകുട്ടിയും പ്രേമിക്കുന്നില്ല എന്ന് നമ്മൾ അങ്ങോട്ട് തറപ്പിച്ച് പറയുകയാണ്. കാരണം 21 വയസ്സ് എന്നതിൽ നമുക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. തീർച്ചയായും ഇത് നീതികേട് തന്നെയാണ്. പ്രേമം എന്നത്, സദാചാരം എന്നത് ഒരു വിഭാഗത്തിൻ്റെ മേൽ കെട്ടിവെക്കുകയും അവരുടെ വിദ്യാഭ്യാസ പുരോഗതിക്ക് തടസ്സം നിൽക്കുകയും ചെയ്യുക എന്നത് ഒരിക്കലും ഇസ്ലാമിനെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തിക്ക് ചേർന്നതല്ല എന്ന് ഉച്ചൈസ്തരം പറയുവാൻ തീർച്ചയായും ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമ്മുടെ വേദം എന്നത്, നമ്മളേറെ അഭിമാനപൂർവ്വം നമ്മൾ എടുത്തുയർത്തുന്ന വേദം എന്നത് ഇഖ്റ എന്ന പദം കൊണ്ടാണത്രേ തുടങ്ങിയത് എന്നത് തന്നെയാണ് കാരണം. ഇവിടെ വായിക്കുകയും അറിവ് നേടുകയും തിരിച്ചറിവ് നേടുകയും പക്വത പ്രാപിക്കുകയും ചെയ്യുന്ന, കൃത്യമായ നിലപാടെടുക്കാൻ സാധിക്കുന്ന, അനീതിക്കെതിരെ ശബ്ദമുയർത്താൻ കഴിയുന്ന ഒരു സമൂഹത്തെയാണ്, ഒരു സമുദായത്തെയാണ് ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നതും ഇസ്ലാം വളർത്താൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നത്. തുടർന്ന് അദ്ദേഹം പറയുകയാണ്, യുവാക്കൾ നിങ്ങൾ ശ്രദ്ധിക്കണം, യുവതികളെ നിങ്ങൾ ശ്രദ്ധിക്കണം. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറയുന്നത്. കാരണം നേരത്തെ ഇർഷാദ് സാഹിബ് ചോദിപ്പിച്ചു, താടിയെക്കുറിച്ചും പാൻറ്റിനെക്കുറിച്ചുമാണ് ചർച്ച. അൽഹംദുലില്ലാ, അവർക്ക് അത്രമാത്രം വിമർശിച്ചാൽ മതി. പക്ഷേ മുസ്ലിം സ്ത്രീയുടെ കാര്യം പറയുമ്പോൾ ചിലതൊക്കെ പറയാതെ എങ്ങനെയാണ് ഞാൻ ഇവിടെ നിന്ന് വിട പറയുക എന്നാണ് ഞാൻ വിചാരിച്ചു പോകുന്നത്. തുടർന്ന് അദ്ദേഹം സ്ത്രീധനം ഒരു പ്രശ്നമല്ലേ, എന്തേ താങ്കളുടെ അഭിപ്രായം എന്താണെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്ക്, ഉപകാരപ്രദമായ സ്ത്രീധനവും ഉപദ്രവകരമായ സ്ത്രീധനവും എന്ന 2 സ്ത്രീധനമുണ്ട് കേട്ടോ എന്നതാണ്. സ്ത്രീധനത്തിൻ്റെ പേരിൽ നടുവൊടിഞ്ഞ് പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് മുമ്പുള്ള കാലഘട്ടത്തിൽ പെൺകുട്ടിയാണ് പിറന്നതെന്നതിൻ്റെ പേരിൽ മുഖം കറുത്ത് തല കുനിച്ച് മറ്റുള്ളവരുടെ മുമ്പിൽ അപമാനിതനായി നടക്കുന്ന ജാഹിലിയ കാലത്തെ ഖുറൈശി സമൂഹത്തെക്കുറിച്ച് ഖുർആൻ വളരെ വ്യക്തമാക്കി പറയുന്നുണ്ട്. നിനക്കൊരു പെൺകുഞ്ഞാണ് കേട്ടോ ജനിച്ചതെന്ന് പറയുമ്പോൾ അവർ തല കുനിച്ചു പിടിക്കുന്നു അപമാനഭാരത്താൽ. ഇന്നോ 3 പെൺമക്കൾ 4ാമതും പിറന്നത് പെണ്ണാണെന്നറിഞ്ഞാൽ സമൂഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തല കുനിച്ചു നടക്കണം. കാരണം സ്ത്രീധനത്തിൻ്റെയോ അവൾക്ക് കൊടുത്തുവിടേണ്ട പണത്തിൻ്റെയും പണ്ടത്തിൻ്റെയും കണക്കോർത്തുകൊണ്ട് ഞാൻ ഏറെ ഇന്ന് നിരാശയുള്ളവനാണല്ലോ, എനിക്ക് അഭിമാനിക്കാൻ എന്താണുള്ളത് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പിതാവിൻ്റെ തല താനെ കുനിഞ്ഞു പോകുന്നു. ഇതേത് ഇസ്ലാം പഠിപ്പിച്ചതാ? അദ്ദേഹം പറയുന്നത്, ഒരു മനുഷ്യൻ അവന് താൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് വസ്ത്രം വാങ്ങാൻ പോലും കാശില്ല എങ്കിൽ ഒരു കടമായോ താൽക്കാലിക സഹായമായോ താൻ വിവാഹം ചെയ്യാൻ പോകുന്ന പെൺകുട്ടിയുടെ പിതാവ് വല്ല പണവും നൽകുകയാണെങ്കിൽ എന്തിനാണ് അതിനെ സ്ത്രീധനമെന്ന് പറഞ്ഞ് വിളിക്കുന്നതെന്നാണ്. അപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ, പുതുകാലഘട്ടത്തിൽ മുസ്ലിം യുവാക്കളോട് അദ്ദേഹം പറയാൻ ആഗ്രഹിക്കുന്നത്, ഏതെങ്കിലും ചെറുക്കന്, പുരുഷന് ഒരിടത്തു നിന്നും കടം കിട്ടുന്നില്ല എങ്കിൽ, ആരും കടം തന്ന് സഹായിക്കാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിൽ പെട്ടെന്ന് പോയിക്കോ, എടുത്തേക്ക്. ആരാണോ നന്നായി കടം തന്ന് സഹായിക്കുന്ന ഏത് പെൺകുട്ടിയുടെ ബാപ്പയാണോ ഉള്ളത്, അദ്ദേഹത്തിൻ്റെ അടുക്കൽ പെട്ടെന്ന് തന്നെ പോവുക, എന്നിട്ടൊരു വിവാഹ കരാറിൽ ഒപ്പുവെക്കുക. പിന്നെയും അദ്ദേഹം സൂചിപ്പിച്ചില്ല എപ്പോഴാണാവോ ഈ കടം കൊടുത്തു വീട്ടേണ്ടതെന്ന്. അതിന് വല്ല വ്യവസ്ഥയും വിവാഹ ഉടമ്പടിയിൽ വെക്കുന്നുണ്ടോ? ഞാനിവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, തീർച്ചയായും നമ്മൾ പഠിക്കേണ്ടതുണ്ട്. ഒരു സ്ത്രീ സമുദായത്തിൻ്റെ പേരിൽ ഒരു സ്ത്രീ സമൂഹം, പ്രത്യേകിച്ച് മുസ്ലിം സ്ത്രീ സമൂഹം അനുഭവിക്കുന്ന ഒരുപാട് നീതികേട് ഇന്ന് ഇസ്ലാമിലില്ലാത്ത, ഇസ്ലാം അത്രമാത്രം പരിഗണനയും സ്നേഹവും കൊണ്ട് വീർപ്പുമുട്ടിച്ച ഒരു സമൂഹത്തെ, ഒരു സമുദായത്തെ, ഒരു ഗ്രൂപ്പിനെയാണ് ഇന്ന് ഏറെ പ്രയാസപ്പെടുത്തുന്നത്. കാരണം നമുക്കറിയാം, വിവാഹം തൻ്റെ ഭർത്താവ് മരിക്കുകയാണെങ്കിൽ അതിനുശേഷം തൻ്റെ മക്കളെ പോറ്റി വളർത്തേണ്ടുന്ന ബാധ്യത, ഉത്തരവാദിത്വം തനിക്കാണ് എന്നാണ് ഇന്ന് പൊതുസമൂഹം കൽപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു മുസ്ലിം സ്ത്രീക്ക് ഒരു കാരണവശാലും അവളുടെ മക്കളുടെ സാമ്പത്തിക ബാധ്യത ഏൽക്കേണ്ടതില്ല എന്നതാണല്ലോ ഇസ്ലാമിൻ്റെ ഭാഷ്യം.
ആരാണ് ഇതിനെ, വിധവാ വിവാഹത്തെ ആരാണ് പ്രോത്സാഹിപ്പിക്കുന്നത്? നേരെ മറിച്ച് തൻ്റെ ഭാര്യ മരിച്ച് കുറച്ച് നാളുകൾക്ക് ശേഷം തന്നെ എന്തേ ആണുങ്ങളുടെ പുരുഷൻ്റെ വിവാഹത്തിന് ഇത്രമാത്രം പ്രോത്സാഹനം നൽകപ്പെടുന്നത്? അപ്പോൾ ഒരു ലേബലും കൂടിയുണ്ട്, തൻ്റെ മക്കളെ നന്നായി സംരക്ഷിക്കുന്ന ഒരു പെൺകുട്ടിയെ, ഒരു സ്ത്രീയെ തനിക്ക് ലഭിക്കണം എന്നത്. മറിച്ചോ അപ്പുറത്തോ ബാധ്യതയില്ലാത്ത, യാതൊരു ബാധ്യതയുമില്ലാത്ത, മക്കളില്ലാത്ത ഒരു സ്ത്രീയെയാണ് തനിക്ക് ലഭിക്കേണ്ടത് എന്നത്. അപ്പോൾ തൻ്റെ ഭർത്താവ് മരിച്ച കുഞ്ഞു മക്കളുമായി ഇനി ജീവിതത്തെ എങ്ങനെ അഭിമുഖീകരിക്കണമെന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മുസ്ലിം സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളൊരു പുനർവിവാഹനത്തിനെ ആഗ്രഹിക്കരുത്. കാരണം അവളുടെ മക്കളെ ഏറ്റുകൊടുത്തുകൊണ്ടുള്ള ഒരു വിവാഹത്തിനെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല. ഇതാണോ ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് വന്നപ്പോൾ അബൂ സലമ മരണപ്പെട്ടപ്പോൾ അവരോട് പറയുന്നുണ്ട്, അല്ലയോ ഉമ്മു സലമ, ഈ ഇഹലോകത്തിൽ നിന്റെ ജീവിതത്തെ സമ്പുഷ്ടമാക്കുവാൻ നീ നല്ല ഒരു ഇണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. തുടർന്ന് അവർ പറയുകയാണ്, അങ്ങനെ ഞാൻ നല്ല ഒരു ഇണയെ ലഭിക്കുവാൻ വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയും അള്ളാഹു എൻ്റെ പ്രാർത്ഥന സ്വീകരിക്കുകയും അങ്ങനെ പ്രവാചകൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെ വിവാഹം ചെയ്യുകയും ചെയ്തു. ഇതാണോ ഇന്ന് പ്രോത്സാഹിപ്പിക്കപ്പെടുന്നത്? വിവാഹത്തിന് ശേഷം, മക്കളായതിനു ശേഷം ഭർത്താവ് മരണപ്പെട്ടാൽ എങ്ങനെയാണ് നാം സ്ത്രീകളെ സംരക്ഷിക്കുന്നത് എന്ന്, അവരുടെ വലിയ സാമ്പത്തിക ബാധ്യതയിൽ നിന്നും അവരെ കരകയറ്റുകയും അവരെ ഒരു സുരക്ഷിതമായ ഒരു കുടുംബ വ്യവസ്ഥയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നത് എന്നത് തീർച്ചയായും നാം ആലോചിക്കേണ്ടുന്ന ഒരു വസ്തുതയാണ്. വിവാഹത്തിൻ്റെ കാര്യമാണെങ്കിലും സ്ത്രീധനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും തീർച്ചയായും നാം കുറച്ചുകൂടി നീതിപൂർവമായ ഒരു സമീപനം തീർച്ചയായും കാണിക്കേണ്ടതുണ്ട്. സ്ത്രീ ശാക്തീകരണത്തെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യവും ഇന്ന് ഏറെ ചർച്ചാ വിഷയമാകുമ്പോൾ ഒരു കാര്യം കൂടി എനിക്ക് നിങ്ങളോട്, വിദ്യാർത്ഥിനികളോട് പറയുവാനുണ്ട്. ഒരിക്കലും, കാരണം ഇന്ന് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞാൽ ഇന്ന് ആഗോളം ചർച്ചാ വിഷയമാവുകയാണ്. പക്ഷെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, അന്ധമായ സ്ത്രീവാദത്തിനെയും ഒരു തരത്തിലും നമ്മൾ അംഗീകരിക്കരുത്. ഇന്ന് സ്ത്രീവാദം എന്ന് പറയുന്നത്, ആരാണോ കാലിന്മേൽ കാൽ കയറ്റി വെക്കുന്നത് അവൾ സ്വതന്ത്രയായ സ്ത്രീയാണ്. ഒരു പൊതുസമൂഹം, ഒരു പൊതുകൂട്ടത്തിൽ നിന്നും ആരാണ് ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവൾ ഒരു സ്വതന്ത്രയായ സ്ത്രീയാണ്. ഇത്തരത്തിലുള്ള അന്ധമായ സ്ത്രീവാദത്തെ പൊട്ടിച്ചിരിക്കുന്ന, കാലിൽ മേൽ കയറ്റി വെക്കുന്നതാണ് സ്ത്രീ സ്വാതന്ത്ര്യം എന്ന് വിശേഷിപ്പിക്കുന്ന അന്ധമായ സ്ത്രീ സ്വാതന്ത്ര്യത്തെയും തീർച്ചയായും നാം തിരിച്ചറിയേണ്ടതുണ്ട്. ഒടുവിൽ റീഡിഫൈനിങ് ന്യൂ ജനറേഷൻ എന്ന് പറയുന്ന ഈ മുദ്രാവാക്യം ഇനിയും നമ്മൾക്ക് ഉയർത്തിപ്പിടിക്കാൻ സാധിക്കേണ്ടതുണ്ട്. മലാലയെ മറ്റുള്ളവർ ഏറ്റുപിടിക്കുമ്പോൾ നമുക്ക് ഇന്നും ജീവിച്ചു കൊണ്ടിരിക്കുന്ന, ഫേസ്ബുക്കിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന, നമുക്ക് മാതൃകയായി കൊണ്ടിരിക്കുന്ന രക്തസാക്ഷികളായ അമീന ബൽത്താജിയെയും സൽമാൽ ബൽത്താജിയെയും ഹബീബയെയും പോലെയുള്ള ഈജിപ്തിലെ ധീര വനിതകളെ, വിപ്ലവകാരികളെ നമുക്ക് മാതൃകയായി സ്വീകരിക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ഇസ്സത്തിനെ കൂടെ പിടിച്ചുകൊണ്ട് തന്നെ ചിരിയുടെ നീളത്തിൽ, നടത്തത്തിൻ്റെ നീളത്തിൽ, കൈവീശലിൻ്റെ നീളത്തിൽ, ശരീരത്തിൻ്റെ വടിവുകളിൽ സ്ത്രീയെ ഒതുക്കി നിർത്തുന്നതിലല്ല, മറിച്ച് ചിന്തയുടെയും വിജ്ഞാനത്തിൻ്റെയും അറിവിൻ്റെയും ധാർമ്മികതയുടെയും കോളത്തിൽ നിന്നുകൊണ്ട് തന്നെ സ്ത്രീയെ വ്യാഖ്യാനിക്കുവാനും അതിനനുസരിച്ച് മുന്നോട്ട് പോകാനും നമുക്ക് സാധിക്കണം. തീർച്ചയായും ഈ സമ്മേളനത്തിന് എല്ലാവിധ അഭിവാദ്യങ്ങളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.